ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനം 12-ാം ദിവസത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. 33 ദിവസത്തെ മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ ആദ്യത്തെ 12 ദിവസങ്ങളിൽ ലോകാരൂപിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനാണ് നാം പരിശ്രമിക്കുന്നത്. ലോകാരൂപിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്നാണ്. പരിപൂർണത പ്രാപിക്കാൻ അഥവാ വിശുദ്ധരാകാൻ ജ്ഞാനസ്നാനം വഴി ബാധ്യസ്ഥരാണ് നാം എല്ലാവരും എന്ന വിഷയം ധ്യാനിച്ചുകൊണ്ട് 1-ാം ദിവസം ആരംഭിച്ച നാം ഇന്നലെ വരെ പാപത്തിൻ്റെ വിവിധ മേഖലകൾ ചിന്താവിഷയമാക്കുകയായിരുന്നു. ആദ്യത്തെ 12 ദിവസത്തിൻ്റെ അവസാന ദിനമായ ഇന്നാകട്ടെ എല്ലാ പാപങ്ങളുടെയും ഉറവിടമായ അഹങ്കാരത്തെപ്പറ്റിയാണ് ധ്യാനിക്കുന്നത്. 7 മുഖ്യ പാപങ്ങളെപ്പറ്റി ക്രൈസ്തവ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമേറിയ പാപമായിട്ടാണ് അഹങ്കാരത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യ മാതാപിതാക്കന്മാരെ അവരുടെ മഹാസൗഭാഗ്യാവസ്ഥയിൽ നിന്ന് ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് അധപ്പതിപ്പിച്ചത് അവരുടെ അഹങ്കാരമായിരുന്നു. ദൈവത്തെപ്പോലെ ആകാനുള്ള മോഹം എന്ന അഹങ്കാരം. ദൈവത്തിന് മാത്രം അർഹമായ ആരാധന തൻ്റെ അഹങ്കാരം മൂലം ലൂസിഫർ ആഗ്രഹിച്ചതുകൊണ്ടാണ് സകല മാലാഖമാരുടെയും തലവനായ അവൻ പിശാചായി മാറിയതും പിശാചുക്കളിൽ വെച്ച് ഏറ്റവും വലിയ പിശാചായി അധപ്പതിച്ചതും. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപ്പതനത്തിൻ്റെയും എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 18 പറയുന്നത് മാലാഖമാരുടെയും ആദ്യ മാതാപിതാക്കന്മാരുടെ അധപ്പതനം തെളിയിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 23-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരി നിലം പതിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച. ഈ വാക്കുകളുടെ സാക്ഷ്യമാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്ന ഹെറോദോസ് രാജാവിൻ്റെ ദാരുണാന്ത്യം. ആ വചനഭാഗം ഇപ്രകാരമാണ്: ഒരു നിശ്ചിത ദിവസം ഹെറോദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ജനത്തോട് സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇത് ഒരു ദേവൻ്റെ സ്വരമാണ്, മനുഷ്യൻ്റേതല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. ക്ഷമിക്കുന്നതിൽ അത്യുദാരൻ, കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്ന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെ വാക്യത്തിലൂടെ മോശയ്ക്ക് സ്വയം പരിചയപ്പെടുത്തിയ കർത്താവ് ജെറമ്യാ പ്രവാചകൻ 50-ാം അധ്യായം 31 മുതൽ 32 വാക്യത്തിൽ പറയുകയാണ്, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ് എന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കും, അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്തു, അഹങ്കാരിയുടെ ഔദ്ധത്യം ഞാൻ അവസാനിപ്പിക്കും, നിർദ്ദയൻ്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. സങ്കീർത്തനം 101-5 കർത്താവ് അരുളി ചെയ്തു, അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. അഹങ്കാരം എന്ന പാപത്തിൻ്റെ ഭയാനകത അടങ്ങിയിരിക്കുന്നത് വാക്കിലോ പ്രവൃത്തിയിലോ ഒട്ടും പ്രകടിപ്പിക്കാതെ ഹൃദയത്തിൽ മാത്രമുള്ളപ്പോഴും കഠിന ശിക്ഷയ്ക്കർഹമാണ് എന്നതത്രേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ലൂക്കാ 1:51
ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ബാബിലോണിലെ രാജാവായ നെബൂഖദ്നേസർ രാജാവിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് രാജ്യഭരണം തിരിച്ചെടുത്തതും അവനെ കഠിനമായി ശിക്ഷിച്ചതും അഹങ്കാരത്തിൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ടല്ല, പ്രത്യുത അഹങ്കാര ചിന്ത കൊണ്ട് മാത്രമായിരുന്നു. ആ തിരുവചന ഭാഗം ഇപ്രകാരമാണ്: 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു: നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യ മൃഗങ്ങളോടൊത്തായിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ല് തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നത് വരെ 7 സംവത്സരം കടന്നു പോകും. അപ്പോൾ തന്നെ ആ വാക്കുകൾ നെബൂഖദ്നേസറിൽ നിവൃത്തിയായി. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തൂവലുകൾ പോലെയും വളരുന്നത് വരെ കാളയെപ്പോലെ പുല്ല് തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. അഹങ്കാരം എന്ന ഗുരുതര പാപം നമ്മിലില്ലാത്തത് കൊണ്ടല്ല, പ്രത്യുത അവ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അതേപ്പറ്റി നാം പലപ്പോഴും ബോധവാന്മാരാകാത്തതും തൽഫലമായി അത് ഗൗരവമായിട്ടെടുത്ത് തിരുത്താത്തതും. തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാരണം അത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്നതത്രേ. വാക്കിലും പ്രവൃത്തിയിലും ചിലപ്പോഴൊക്കെ അത് നാം പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ അത് പെട്ടെന്ന് തിരിച്ചറിയുമ്പോഴും പോലും നാം മാത്രം അത് തിരിച്ചറിയാറില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. അഹങ്കാരമില്ല എന്നുറപ്പ് വരുത്താൻ ഒരു മാർഗമേയുള്ളൂ: അഗാധമായ എളിമയുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തുക. വിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന എളിമയുടെ നല്ലൊരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: ഈശോനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എൻ്റെ ആശയിൽ നിന്നും എന്നെ വിമുക്തയാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്ന ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിൽ എരിയുന്ന സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയുമാകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ. പറഞ്ഞൊപ്പിക്കാൻ വഹിയാത്ത മാധുര്യമായ എൻ്റെ നാഥ, ലൗകിക ആശ്വാസങ്ങൾ എനിക്ക് കയ്പായി പകർത്തണമേ. നീതിസൂര്യനായ എൻ്റെ ഈശോയെ, നിൻ്റെ ദിവ്യ സ്നേഹാഗ്നിക്കതിരാൽ എൻ്റെ ബോധം തെളിയിച്ച് ബുദ്ധി പ്രകാശിപ്പിച്ച് ഹൃദയം ശുദ്ധീകരിച്ച് നിൻ്റെ നേരെയുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അഹങ്കാരം എന്ന പാപം സമഗ്രമായി അവതരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ വിവിധ തലങ്ങൾ എടുത്തു പറയുന്ന ഇന്നത്തെ വിചിന്തനം വളരെ ശ്രദ്ധയോടെ ശ്രവിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും അഹങ്കാര അവസ്ഥ വ്യക്തമായി നമുക്ക് കണ്ടെത്താം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവയിൽ നിന്ന് മോചിതരാകാൻ പരിശ്രമിക്കുകയും ചെയ്യാം. വിചിന്തനം. ആമുഖം. സർവപാപങ്ങളും ഉദ്ഭവിക്കുന്നത് അഹങ്കാരത്തിൽ നിന്നായതിനാൽ നമ്മിലുള്ള അഹന്ത തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ടത് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ അനിവാര്യമാണ്.
സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളുമാണ് അഹങ്കാരത്തിൻ്റെ പ്രധാന ഹേതുക്കൾ. സ്വന്തം കഴിവുകളിലും നേട്ടങ്ങളിലും സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലും വസ്തുവകകളിലും കുടുംബ മഹിമയിലുമെല്ലാം അഹങ്കാരമുണ്ടാകാം. മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ പ്രാധാന്യത്തിലോ നേട്ടങ്ങളിലോ ഉയർച്ചയിലോ സ്ഥാനമാനങ്ങളിലോ അഹങ്കരിക്കാനിടയായേക്കാം. എന്താണ് അഹങ്കാരം? അവനവനെപ്പറ്റിയുള്ള തെറ്റായ അഭിപ്രായമാണ് അഹംഭാവം, ഞാനെന്ന ഭാവം. നമ്മുടെ ആരംഭവും അന്ത്യവും ദൈവമാണ് എന്ന യാഥാർത്ഥ്യം മറന്ന് നാം തന്നെയാണ് അത് എന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പരിഗണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അതിര് കടന്ന ആത്മസ്നേഹമാണ് അഹങ്കാരം. സർവ്വതും ദൈവത്തിൻ്റെ ദാനമാണെന്ന സത്യത്തിന് നിഷേധമാകയാൽ അതൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരുതരം വിഗ്രഹാരാധനയാണ്. അഹങ്കാരം സ്വയം ദൈവമാകലാണ്, അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുക. എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവമായതിനാൽ അവയുടെ സർവമഹത്വത്തിനുമുള്ള അവകാശം ദൈവത്തിന് മാത്രമുള്ളതാണ്. അതിനാൽ തങ്ങൾക്കുള്ള നന്മകളെ പ്രതി അഹങ്കരിക്കുന്നവർ ദൈവത്തിന് മാത്രമർഹമായ മഹത്വം അവർ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരിയുടെ ലക്ഷണങ്ങൾ: ദൈവദാനങ്ങളെ സ്വന്തമെന്ന് ഭാവിക്കുക, സ്വന്തം നേട്ടങ്ങൾ തൻ്റെ സാമർഥ്യത്തിൻ്റെ ഫലമാണെന്ന് കരുതുക, സ്വന്തം തെറ്റുകൾ അവഗണിച്ച് നന്മകൾ മാത്രം വിലമതിക്കുക, ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് ഭാവിക്കുക, മറ്റുള്ളവരെക്കാൾ താൻ നല്ലവനാണെന്ന് അഭിപ്രായം തോന്നുക, മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ തത്രപ്പെടുകയും അവരുടെ നല്ല പ്രവൃത്തികൾ പോലും നിർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുക, അധികാരികളുടെ നിസ്സാര കുറവുകളെ പോലും വിമർശിക്കുക, അവരെ ധിക്കരിക്കുക, തന്നെക്കാൾ താഴ്ന്ന ജീവിത നിലവാരത്തിലുള്ളവരെ വില കുറഞ്ഞവരായി കണക്കാക്കുക. ഇതെല്ലാം അഹങ്കാരിയുടെ ലക്ഷണങ്ങളാണ്. അഹങ്കാരത്തിൽ നിന്നുളവാകുന്ന ഗുരുതരമായ 3 പാപങ്ങളാണ് ഔദ്ധത്യം, ബഹുമാനേച്ഛ, വ്യർത്ഥാഭിമാനം. ഔദ്ധത്യം: നമ്മുടെ ശക്തിക്ക് അതീതമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹസികമായ ആഗ്രഹത്തിലും പരിശ്രമത്തിലും ഇത് അടങ്ങിയിരിക്കുന്നു. ബുദ്ധിശക്തിയുടെ കാര്യത്തിലുള്ള ഔദ്ധത്യം: ഏത് വിഷമകരമായ പഠനം നടത്താനും ഏത് വിഷമപ്രശ്നങ്ങൾക്കും സമാധാനം കണ്ടെത്താനും തനിക്ക് സാധിക്കും എന്ന അന്ധമായ ആത്മവിശ്വാസത്തിലും അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലുമാണ് ബുദ്ധിശക്തിയുടെ ഔദ്ധത്യം അടങ്ങിയിരിക്കുന്നത്. സാൻമാർഗിക കാര്യങ്ങളിൽ ഔദ്ധത്യമുള്ളവരാണ് പഴയ പരാജയങ്ങൾ പരിഗണിക്കേണ്ടതില്ലെന്ന് ധരിച്ച് ഒരിക്കലും ഇനി തെറ്റ് പറ്റുകയില്ല എന്ന മിഥ്യാബോധത്തോടെ പാപസാഹചര്യങ്ങളിൽ വ്യാപരിക്കുകയും ഗൗരവമുള്ള തെറ്റുകളിൽ പെട്ടെന്ന് വീഴുകയും ചെയ്യുന്നത്. സ്വന്തം ജീവിതം ക്രമപ്പെടുത്താൻ തനിക്ക് വേണ്ട അറിവുണ്ടെന്നും ഒരു ആധ്യാത്മിക പിതാവിന് ശിക്ഷണം സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നും ഇക്കൂട്ടർ ധരിച്ചു വശാകുന്നു. ആത്മീയ കാര്യങ്ങളുള്ള ഔദ്ധത്യമാണിത് കാണിക്കുന്നത്. ആത്മീയ കാര്യങ്ങളുള്ള ഔദ്ധത്യം കൂടുതൽ നിഗൂഢമായതിനാൽ അത് കൂടുതൽ അപകടകരമാണ്. ഇത്തരത്തിലുള്ളവർ രഹസ്യവും പരിത്യാഗപരവുമായ സൽകൃത്യങ്ങൾ ത്യജിച്ചിട്ട് കൂടുതൽ പ്രശംസ ലഭിക്കാവുന്ന ബാഹ്യകാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടും. അധികാരികളുടെ അനുവാദം വാങ്ങാതെ ഇക്കൂട്ടർ കടുത്ത പ്രായശ്ചിത്തം ചെയ്യാൻ പോലും തുടങ്ങും. ഒടുവിൽ പ്രായശ്ചിത്തം ഉപേക്ഷിച്ച് നിരാശപ്പെടുകയും പല തെറ്റുകളിലും വീഴുകയും ചെയ്യും. 2. ബഹുമാനേച്ഛ: നിലയും വിലയുമുള്ള സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള താൽപ്പര്യമാണ് ഇത്. ഇത് പ്രകടമാകുന്നത് 3 വിധത്തിലാണ്. 1. കിട്ടാൻ ഒരു വിധത്തിലും തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനം ആഗ്രഹിക്കുക. 2. അർഹതയുള്ളതാണെങ്കിലും അത് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എന്നതിലുപരി സ്വന്തം ബഹുമാനത്തിന് വേണ്ടിയാണ്. 3. ആ സ്ഥാനം ലഭിക്കാൻ തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുക. വ്യർത്ഥാഭിമാനം: അന്യരിൽ നിന്ന് പ്രശംസ കിട്ടാനുള്ള താല്പര്യമാണിത്. തന്നെപ്പറ്റി തന്നെ അതിര് കടന്ന മതിപ്പുണ്ടാകുന്നതിൻ്റെ ഫലമായി മറ്റുള്ളവരിൽ നിന്ന് സർവ്വതാ പ്രശംസയും സ്തുതിയും കിട്ടാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിക്കുന്നത് ദൈവത്തിന് നൽകേണ്ട മഹത്വം തനിക്ക് തന്നെ കിട്ടണമെന്ന താല്പര്യമാണ് വ്യർത്ഥാഭിമാനം എന്നാണ്. വ്യർത്ഥാഭിമാനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന തിന്മകൾ ആത്മപ്രശംസ, പ്രകടന മനോഭാവം, കപടഭക്തി, ഗോപന മനോഭാവം എന്നിവയാണ്.
സ്വന്തം വിജ്ഞാനമോ കുടുംബത്തിൻ്റെ മേന്മയോ പ്രദർശിപ്പിക്കത്തക്ക വിധം സംസാരിക്കുന്നത് ആത്മപ്രശംസയുടെ അടയാളമാണ്. അന്യരുടെ പ്രശംസ നേടാൻ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും വസ്ത്രധാരണത്തിലും ഭിന്നമായ വിധം വ്യാപരിക്കുക പ്രകടന മനോഭാവത്തിൻ്റെ ലക്ഷണമാണ്. ഇല്ലാത്ത ഭക്തി അഭിനയിക്കലും നന്മയുടെ ഭാവത്തിൽ തിന്മ ചെയ്യലും കപടഭക്തിയുടെ അടയാളങ്ങളാണ്. ഗോപന മനോഭാവം എന്ന തിന്മയുടെ ലക്ഷണങ്ങൾ സ്വന്തം തെറ്റ് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുക, കളവ് പറയുക, പാപം മറച്ചു വെച്ച് കുമ്പസാരിക്കുക, തെറ്റ് സമ്മതിക്കാതിരിക്കുക, തെറ്റ് നിഷേധിക്കാൻ കഴിയാതെ വന്നാൽ അമിതമായി ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുക എന്നിവയാണ്. ഈ തിന്മ ചിലപ്പോൾ ആത്മഹത്യയ്ക്ക് പോലും പ്രേരിപ്പിച്ചേക്കാം. വ്യർത്ഥാഭിമാനത്തിൻ്റെ നാശഫലങ്ങൾ ഭയാനകമാണ്. നമ്മുടെ നല്ല പ്രവൃത്തികൾ പോലും സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുകയില്ല. പരസ്പര സ്നേഹം നശിപ്പിക്കുകയും സ്വാർത്ഥം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ അത് അനേകം പരാജയങ്ങൾ ക്ഷണിച്ചു വരുത്തും. അസൂയയും കോപവുമാണ് അഹങ്കാരത്തോട് ബന്ധപ്പെട്ട മറ്റു 2 തിന്മകൾ. അസൂയ അന്യരുടെ നന്മ സ്വന്തം പ്രതാപത്തിന് വിഘാതമാണെന്ന വിധം അതേപ്പറ്റി ദുഃഖിക്കുന്നതാണ് അസൂയ. അന്യർക്കുള്ള നന്മ ഇല്ലാതായി കാണാനുള്ള ഒരാഗ്രഹം ഇതിലടങ്ങിയിരിക്കാം. തനിക്ക് മുകളിലായി ആർക്കും ഒന്നും ഉണ്ടായിരിക്കരുത് എന്ന അഹങ്കാര മനോഭാവമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അസൂയയുടെ ഹീനത ഭയാനകമാണ്. അസൂയ അതിൽ തന്നെ ചാവുദോഷമാകാം. കാരണം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന സുപ്രധാന കൽപ്പനയ്ക്കെതിരാണ് അന്യരുടെ നന്മയിൽ സന്തോഷിക്കാതിരിക്കുക എന്നത്, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ആധ്യാത്മിക നന്മകളിൽ. അസൂയ വിരോധം ജനിപ്പിക്കും. അന്യരുടെ കുറ്റം പറയുകയും അവരെപ്പറ്റി അപവാദം പറഞ്ഞു പരത്തുകയും ചെയ്യും. അത് കലഹത്തിനും കലാപത്തിനും ഇടയാക്കും. ആബേലിനെ കായൻ കൊലപ്പെടുത്തിയതും യൂസേപ്പിനെ സഹോദരന്മാർ വിറ്റതും അസൂയ മൂലമാണല്ലോ. അസൂയയ്ക്കുള്ള പ്രതിവിധി നാമെല്ലാം മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായതിനാൽ ഒരവയവത്തിനുള്ള മേന്മ മറ്റവയവങ്ങളായ നമുക്കുമുള്ള മഹത്വമായി കാണാൻ ശ്രമിക്കുക എന്നതാണ്. കോപം പ്രതികാരം ചെയ്യാനുള്ള യുക്തിരഹിതമായ ആഗ്രഹമാണ് കോപം എന്നത്രേ വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നത്. തെറ്റ് തിരുത്താനുള്ള ആത്മാർത്ഥതയിൽ നിന്നല്ലാതെ വിദ്വേഷത്തിൽ നിന്നാകുമ്പോഴും കുറ്റത്തിന് ആനുപാതികമല്ലാതാകുമ്പോഴും കോപം നീണ്ടുപോകുമ്പോഴും അത് പാപമാകും. കോപം നിയന്ത്രണാതീതമാകുന്നുവെങ്കിൽ വലിയ നാശമുണ്ടാകാം. വിശുദ്ധ ബേസിൽ പഠിപ്പിക്കുന്നത് കോപം മനുഷ്യബോധത്തെ കലക്കുകയും ആത്മനിയന്ത്രണം നശിപ്പിക്കുകയും മനുഷ്യനെ മൃഗതുല്യനാക്കുകയും ചെയ്യുന്നു. മനുഷ്യത്വം തന്നെ കൈവിട്ട് ഒരു പട്ടിയെപ്പോലെ കുരയ്ക്കുന്നതിനും സർപ്പത്തെ പോലെ ദംശിക്കുന്നതിനും കോപം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്നാണ്. അത് മനുഷ്യനെ നികൃഷ്ടനാക്കുന്നു, സമാധാനം നശിപ്പിക്കുന്നു, ആയുസ് തന്നെ കുറയ്ക്കാനിടയാകുന്നു. കോപം പുണ്യപൂർണതയ്ക്ക് വൻ തടസ്സം. കോപം പുണ്യപൂർണതയ്ക്ക് തടസ്സമാകുന്നത് കോപിഷ്ഠന് ശരിയായി വിധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. കാരണം കോപിക്കുമ്പോൾ സമചിത്തത നഷ്ടമാകുന്നു. കൂടാതെ സ്നേഹം പ്രകാശിപ്പിക്കാൻ ആവശ്യമായ മാനസിക അവസ്ഥ ഇല്ലാതാകുന്നു. വികാരാവേശം മൂലം ബുദ്ധി അന്ധമായി തീരുന്നതിനാൽ അന്യരോട് നീതിപൂർവകമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. സർവോപരി ദൈവഹിതത്തോട് യോജിക്കാനോ ദൈവനിവേശനം അനുവർത്തിക്കാനോ സാധ്യമാകാതെ പോകുന്നു. കോപം നിയന്ത്രിക്കാനുള്ള പ്രതിവിധികൾ: വികാരങ്ങളുടെ കോളിളക്കത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, കോപത്തിന് ഇരയായവരോട് ആത്മാർത്ഥമായി ക്ഷമായാചനം നടത്തുക എന്നിവയാണ്. കൂടാതെ ലഹരി സാധനങ്ങളും വികാരങ്ങൾ ഉണർത്തുന്ന ഭക്ഷണ സാധനങ്ങളും വർജിക്കുക. കോപമുണ്ടാകുമ്പോൾ തന്നെ മനസ്സിനെ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് തിരിച്ചുവിട്ട് കോപത്തെ ഉടനെ തള്ളിക്കളയുക എന്നിവയും സഹായമാണ്. കൂടാതെ ഞാൻ ഇല്ലായ്മയാണ്, ഐ ആം നത്തിങ്, എനിക്ക് സ്വന്തമായി ഒന്നും കഴിവില്ല, ഓഫ് മൈസെൽഫ് ഐ ക്യാൻ ഡു നത്തിങ്, എനിക്ക് സ്വന്തം നിലയ്ക്ക് ഒരു വിലയുമില്ല, ഐ ആം വർത്ത് നത്തിങ് ബൈ മൈസെൽഫ്,
ഞാൻ പാപിയാണ്, സ്വന്തമായുള്ളത് പാപം മാത്രം, ഐ ആം എ സിന്നർ എന്ന തിരിച്ചറിവോടെ എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് മാത്രമാണെന്ന് സ്വയം ബോധ്യപ്പെടണം. അവയ്ക്ക് ഓരോന്നിനുമായി ദൈവത്തിന് നന്ദിയും പറയണം. എളിമയെന്ന പുണ്യത്തിന് വേണ്ടി തീക്ഷ്ണമായി പ്രതിദിനം പ്രാർത്ഥിക്കുകയും വേണം. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം കേൾക്കാം. ദൈവത്തിന് മറ്റേത് സുഹൃതത്തെക്കാളും പ്രിയങ്കരമായ സുഹൃതമാണ് എളിമ. മറിയത്തിന് സർവാത്മന സമർപ്പണം ചെയ്യുന്ന ഈ മരിയൻ പ്രതിഷ്ഠ വഴി നാം അത് ഏറ്റവും ഉയർന്ന തോതിൽ അഭ്യസിക്കുന്നു. ദൈവത്തിനു മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും അവിടുത്തെ സമീപിക്കാനും അയോഗ്യനെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ നിന്നെ തന്നെ താഴ്ത്തുന്നെങ്കിൽ നിന്നിൽ ആനന്ദം കണ്ടെത്താനും നിന്നെ ഉയർത്താനും വേണ്ടി സർവശക്തനായ അവിടുന്ന് നിന്റെ പക്കലേക്ക് താഴ്ന്നിറങ്ങി വരും. ദിവ്യനാഥൻ ഏറ്റവും കാരുണ്യവാനും ശാന്തശീലനുമാണ്. എന്നാലും നാം അവിടുത്തെ ഒരിക്കലും നേരിട്ട് സമീപിക്കുന്നില്ല. എന്തിനായാലും മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തേടാൻ ഈ ഭക്താഭ്യാസം നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ മരീഭക്തി 143 ഖണ്ഡിക. ബൈബിൾ വായന. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 7 മുതൽ വാക്യങ്ങൾ. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായും മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് ഭിഷഗ്വരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കീടങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. പ്രാർത്ഥന. കർത്താവായ യേശുവേ, എന്നെ തന്നെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നതും അപരനെ തരം താഴ്ത്തുന്നതുമായ അഹങ്കാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ കഴിവുകളെപ്പറ്റിയും നേട്ടങ്ങളെപ്പറ്റിയും സൗന്ദര്യത്തെപ്പറ്റിയും ഒക്കെയുള്ള അഹന്തയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നിലുള്ള സർവ്വ കഴിവുകളും ദൈവത്തിൽ നിന്നാണ് എന്ന് എന്നെ സദാ ഓർമ്മപ്പെടുത്തണമേ. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണെന്ന് എന്നെ സദാ ബോധ്യപ്പെടുത്തണമേ. ഞാൻ ചെയ്ത സൽപ്രവർത്തികളെല്ലാം ദൈവമേ അങ്ങ് എന്നിലൂടെ പ്രവർത്തിച്ചതാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഔദ്ധത്യം, ബഹുമാനേച്ഛ, വ്യർത്ഥാഭിമാനം എന്നിവയിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. എൻ്റെ കോപത്തിൻ്റെ ഉറവിടം എൻ്റെ അഹങ്കാരമാണെന്ന് എന്നെ മനസ്സിലാക്കി തരികയും ആത്മസംയമനത്തിനാവശ്യമായ എളിമ നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞാൻ ഇല്ലായ്മയാണെന്നും എനിക്ക് സ്വന്തമായി ഒന്നുമില്ലെന്നും സ്വന്തം നിലയ്ക്ക് എനിക്ക് ഒരു വിലയുമില്ലെന്നും എനിക്ക് സ്വന്തമായുള്ളത് പാപം മാത്രമാണെന്നുമുള്ള യാഥാർത്ഥ്യ ബോധ്യത്തിൽ എന്നെ വളർത്തി എളിമയുള്ളവനാക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കിയിരളണമേ. ആമേൻ. സൽകൃത്യം. കോപത്തിനുള്ള സന്ദർഭത്തിൽ വിനയപൂർവം ക്ഷമ അഭ്യസിക്കുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ വരേണമേ. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ. സൃഷ്ടാവേ വരിക. സൃഷ്ടാവേ വരിക. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരിക. ഞങ്ങളുടെ ആത്മാക്കളിൽ വാസമുറപ്പിക്കുക. കൃപയും സ്വർഗീയ സഹായവുമായി വരിക. അങ്ങ് സൃഷ്ടിച്ച ഹൃദയങ്ങളെ നിറയ്ക്കുക. ശ്രേഷ്ഠനായ സഹായക, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യുന്നതൻ്റെ ഏറ്റവും ഉന്നതമായ ദാനമേ, ജീവന്റെ ഉറവയെ, സ്നേഹാഗ്നിയെ, മധുരിക്കും സ്വർഗീയ അഭിഷേകമേ, അങ്ങ് അറിയപ്പെടുന്നത് 7 ദാനങ്ങളാലാണല്ലോ.
ദൈവകരങ്ങളിലെ വിരലുകൾ ഞങ്ങൾക്ക് സ്വന്തം. പിതാവിൻ്റെ വാഗ്ദാനം അവിടുന്നാണ്. ശക്തിയുടെ സ്രോതസ്സായ അഗ്നിനാവേ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുക. ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുക. ആഴമുള്ള ക്ഷമയും ഉന്നതമായ പുണ്യങ്ങളും ജഡത്തിൻ്റെ ബലഹീനതയെ അതിജീവിക്കാനായി ഞങ്ങൾ ഭയക്കുന്ന ശത്രുവിൽ നിന്നും അകലേക്ക്, അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക്. അങ്ങയുടെ സഹായത്താൽ ജീവന്റെ പാതയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വ്യതിചലിക്കാതിരിക്കട്ടെ. അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ പിതാവിനെയും പുത്രനെയും ഞങ്ങൾ അറിയട്ടെ. നിത്യമായും അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഓ സനാതനമായ ആത്മചൈതന്യമേ സ്വസ്തി. എല്ലാ കാലവും സകല മഹത്വവും പിതാവിനും മരിച്ചവരിൽ നിന്നുയർത്ത പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിൽ. ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകേ, ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ.